ഏകദേശം ഒരു 2 വർഷം മുന്നേ നമ്മൾ എടുത്ത വണ്ടിയാണ്ടത്. ഈ ഒരു വണ്ടി നമ്മ കൊടുക്കാനായിട്ട് പോവേണ്ട. നമുക്ക് ഈ വണ്ടി പുറത്തേക്ക് എടുത്തിട്ട് എന്തായാലും ജിമ്മിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അവിടെയാണ് ഇനിയിപ്പോൾ മേടിക്കാനായിട്ടുള്ള ആള് വരാം. എന്തായാലും ഈ വണ്ടി ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. കുറെ നാളെ ഞാൻ എടുത്തിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യണതിന് വിഷയമൊന്നുമില്ല, പക്ഷെ ഒറ്റ സ്റ്റാർട്ടിലാവും, സൗണ്ട് മാറുമെന്നുള്ളൂ. സൈലൻസറിന്റെ ഫോളല്ല, അത് റെഡിയാക്കിയല്ലേ നമ്മ. ഇപ്പൊ ഈ വണ്ടി ഓടിച്ച ഒരു സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഗിയറൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത്. 1 വർഷമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ വണ്ടി. നേരെ വർക്ക്ഷോപ്പിൽ കയറ്റി കുറച്ച് പണികളുണ്ടായിരുന്നു. എന്തൊരു മിസ്സിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി ഇറക്കി വണ്ടി. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നിലവിലെന്തോ അത്യാവശ്യം കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് എന്റെ അവസാനത്തെ ഓടിക്കലട്ടോ ഈ വണ്ടിയുടെ. ഈ വണ്ടി ഇനിയിപ്പോ നമ്മുടെ കയ്യിലില്ല. ഇനിയിപ്പോ ഓണർഷിപ്പ് ഓണർ അടുത്ത ആള് വരും. ഇനിയിപ്പോ വണ്ടിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു വണ്ടി. അത്യാവശ്യം നമ്മളിപ്പോ കൊടുക്കാൻ പോണ വില എന്ന് പറയുന്നത് 45 രൂപയ്ക്കാണ്. ഈ വണ്ടിയുടെ നമുക്കിപ്പോ നിലവിലുള്ളൊരു കണ്ടീഷനൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ വണ്ടി എടുക്കണ സമയത്ത് സൈഡ് പ്രൊഫൈലൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഞാൻ എടുത്തേക്കണ വണ്ടിയാണ്. നമ്മൾ എടുക്കാൻ പോയപ്പോഴും ഞാൻ തന്നെ വീഡിയോ എടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ പോണ്. ഇപ്പോഴും ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെ 3 സ്പോക്കിന്റെ 12 ഇഞ്ച് അലോയാണ് ഇതിനകത്ത് കിടക്കണ കേട്ടോ. പുത്തൻ ടയറാണ്. 4 പുതിയ ടയറാണ്. അങ്ങനെ എനിക്കൊരു ശോകമായിട്ട് തോന്നിയത് പെയിന്റിങ് മാത്രമാണ്. അത് അന്നും ഇത്ര റഫായിട്ടുള്ള ഒരു പെയിന്റിങ് ആയിരുന്നു അത് കിടന്നിരുന്നത്. ഇന്റീരിയറൊക്കെ ഇത്തിരി മോശമായിട്ടാണ്, കാരണം സീറ്റ് കവറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ആകെ ഇത് കിടക്കായിരുന്നു. ഒരു വർഷത്തോളമായി വെറുതെ ഇട്ടേക്കായിരുന്നു. അപ്പൊ അതിന്റേതായ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോണിയുടെ സ്റ്റീരിയോ ആണ്. ഈ ഒരു സ്റ്റീരിയോക്ക് തന്നെ ഏതാണ്ട് ഒരു 5000 സംതിങ് വരും. അതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. പക്ക നല്ല അടിപൊളി ഒരു എക്സ്പ്ലോർഡ് സ്റ്റീരിയോ ആണ് കിടക്കുന്നത്. പവർ സ്റ്റിയറിംഗ് ഇല്ല കേട്ടോ. പവർ സ്റ്റിയറിംഗിനകത്ത് ആഡ് ചെയ്യണമെന്ന് നമ്മ ഒന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ തീരുമാനിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് ഡിക്കി നോക്കിക്കഴിഞ്ഞാ നല്ല ക്ലീനാണ് കേട്ടോ. ക്ലീനാവാതിരിക്കും, കാരണം കുറച്ചാൾ മുന്നെയാണ് വാട്ടർ സർവീസ് ഒക്കെ ചെയ്തത്. ഡിക്കിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മ സ്റ്റീരിയോ സ്പീക്കർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ബ്ലൂ പഞ്ചിന്റെ ആണ്. നല്ലൊരു ഓവല് കോആക്സൽ സ്പീക്കറാണ് സെറ്റ് ചെയ്തേക്കുന്നത് രണ്ടും. അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റ് ആണ് നമ്മൾ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. സ്റ്റൈൽ ലാമ്പിന്റെ അവിടെ എല്ലാം നമ്മൾ എടുത്ത സമയത്ത് ആള് നല്ല പുതിയ സ്റ്റൈൽ ലാമ്പും ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് തന്നത് കേട്ടോ. അതിനകത്തൊന്നും വേറെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ. പിന്നെ സൈഡ് വ്യൂ പറഞ്ഞാൽ കാണിച്ചല്ല, അത് തന്നെയാണ്. അണ്ടർബോർഡ് നല്ല നൈസാണ് കേട്ടോ. ഒറ്റ കംപ്ലൈന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കോ. കണ്ട അപ്പൊ ആള് വന്ന് ഈ പുള്ളിയാണ് മേടിക്കാനായിട്ട് കാശായിട്ട് വരാന്നാ പറഞ്ഞത്. ഇനിയിപ്പോ പുള്ളി കാശുള്ളതുകൊണ്ട് മിക്കവാറും വണ്ടി എടുത്തോണ്ട് പോകും. മിക്കവാറും ഒരു 99% പുള്ളി വണ്ടി എടുത്തോണ്ട് പോകും. ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററിയാണ്.